നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് നടപടിയെ അപലപിച്ച കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. ഒരു ജനപ്രതിനിധിയെ ലക്ഷ്യമിട്ട പോലീസ് ആക്രമണം അഴിച്ചുവിടുന്ന സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രിയും മകളും ചേർന്ന് തിരുട്ട് ഫാമിലിയാണ് കേരളം ഭരിക്കുന്നത് എന്നും അവരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അബിൻ വർക്കി പറയുന്നു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് മർദ്ദിച്ചപ്പോൾ സ്വീകരിച്ച നിലപാട് ഇനിയും ആവർത്തിക്കില്ല എന്നും വടകര ഡിവൈഎഫ്ഐ സുനിൽകുമാറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും അബിൻ വർക്കി വ്യക്തമാക്കി. സുനിൽകുമാറിന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രതിരോധം തീർക്കും. ഡിവൈഎസ്പി സുനിൽകുമാർ മനസ്സിൽ വെച്ചോ, സുനിൽകുമാറിന്റെ വീട് ഏതെന്നും നാടേതെന്നും അറിയാം. തിരുവനന്തപുരത്ത് KSU മാർച്ചിനിടെ ഉണ്ടായ അനുഭവം SP ബൈജുവും ഓർക്കുന്നത് നല്ലതാണ്. ഇത് ആവർത്തിക്കണോ വേണ്ടയോ എന്നത് ബൈജു ഓർക്കണം. പോലീസിന് ഉപയോഗിച്ച ജനപ്രതിനിധികളെ അടിച്ചമർത്താൻ അനുവദിക്കില്ലെന്നും അബിൻ വർക്കി വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ സമരം തുടരും. തിരുട്ട് ഫാമിലിക്ക് സംരക്ഷണം ഒരുക്കാനുള്ള കാവൽ നായകരുടെ പണിയാണ് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. തിരുട്ടു ഫാമിലിയെ സംരക്ഷിക്കാനാണ് പോലീസിനെ ഉപയോഗിക്കുന്നത്. ഷാഫി ഒരു ഷോ കാണിച്ചതുകൊണ്ടാണ് ടീച്ചറമ്മ വീട്ടിലിരിക്കുന്നത് എന്നും മലബാറിൽ CPM-ന് തല ഉയർത്താൻ കഴിയാത്തതെന്നും ഷാഫി ഷോ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ഓർക്കണം. ഇവർ സമരം ചെയ്ത കാലം മറന്നു. ഡിവൈഎഫ്ഐക്ക് നാണമുണ്ടെങ്കിൽ ക്ലിഫ് ഹൌസിൽ പണയം വെച്ച വാഴപ്പിണ്ടി നട്ടെല്ല് ഇടയ്ക്കൊന്ന് ഇളക്കി വെച്ച ഇവർക്കെതിരെ പറയാൻ ധൈര്യം കാണിക്കണം. മുഖ്യമന്ത്രിയുടെ കുടുംബം കാണിക്കുന്ന മോഷണത്തിന് ഈ കുട പിടിക്കുന്ന CPM-നോടും ഡിവൈഎഫ്ഐയോടും പുച്ഛം മാത്രമേ ഉള്ളൂ എന്നും അബിൻ വർക്കി കൂട്ടിച്ചേർത്തു. എന്തായാലും അബിൻ വർക്കി കൃത്യമായി തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഷാഫി പറമ്പിൽ ഒരു ഷോ കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടീച്ചറമ്മ വീട്ടിലിരുന്ന് കരയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. അതേസമയം ഷാഫി പറമ്പിൽ MPയുടെ മൂക്ക് ശസ്ത്രക്രിയയുടെ ഭാഗമായി മീശയും താടിയും നീക്കം ചെയ്യാത്തതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ട്രോളുകൾക്കിടയിൽ നടി സജിത മഠത്തിന്റെ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തി. തനിക്ക് തലയിൽ വലിയ ശസ്ത്രക്രിയ നടത്തിയിട്ടും മുടി അല്പം മാത്രമേ മുറിച്ചിരുന്നുള്ളൂ എന്ന് സജിത ഫേസ്ബുക്കിൽ കുറിച്ചു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും വലിയ ശസ്ത്രക്രിയ നടത്തിയതായി പോലും തോന്നുക ആയിരുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. 2019 തലച്ചോറിൽ ട്യൂമർ സംബന്ധിച്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ശേഷമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സജിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്റെ മുടി ഓപ്പൺ ശസ്ത്രക്രിയ നടത്തിയിട്ടും എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തുനിന്ന് നോക്കുമ്പോൾ തലയിൽ കാര്യമായ മാറ്റമൊന്നും പ്രകടമായിരുന്നില്ല എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുടി അല്പം മാത്രമേ മുറിച്ചിട്ടുള്ളൂ എന്നും ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നുവെന്നും സജിത വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ ഉണ്ടായ പ്രചരണങ്ങൾ അത് തെറ്റാണെന്നും ചില വ്യക്തികളുടെ അനുഭവങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് എന്നും ഇത്തരം സാഹചര്യത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് പ്രസക്തമാണെന്നും സജിത സൂചിപ്പിച്ചു. വൈദ്യശാസ്ത്രപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തവർ നടത്തുന്ന പ്രചരണങ്ങൾ പലപ്പോഴും വ്യക്തികളെ വേദനിപ്പിക്കുകയും തെറ്റിദ്ധാരണയുണ്ടാക്കുകയും ചെയ്യുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. പിന്നാലെ പോസ്റ്റ് ചർച്ചയായതിനെ തുടർന്ന് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നടി സജിത മഠത്തിൽ നടത്തിയ പ്രതികരണം ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ ഒരു തുറന്ന സംവാദത്തിന് വഴി തുറക്കുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വ്യക്തികളുടെയും സ്വകാര്യതയും ആരോഗ്യപരമായ കാര്യങ്ങളെയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശസ്ത്രക്രിയയുടെയും മറ്റ് മെഡിക്കൽ നടപടിക്രമങ്ങളുടെയും പിന്നിൽ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ നടത്തുന്ന പ്രചരണങ്ങൾ പലപ്പോഴും സാംസ്കാരികമായും മാനസികമായും വ്യക്തികളെ ബാധിക്കുമെന്നും ഇതിനോടകം വ്യക്തമായിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു.